തുടർച്ചയായ രണ്ടാം ദിവസവും വിജിലൻസിന് ഹൈക്കോടതിയുടെ നിശിതമായ വിമർശനം. കോടതികൾ രാഷ്ട്രീയം കളിക്കാനുള്ള വേദിയല്ലെന്ന് ബാർ കോഴ കേസ് പരിഗണിക്കവേ കോടതി മുന്നറിയിപ്പ് നൽകി. സർക്കാരുകൾ മാറുന്നതിനനുസരിച്ച് വിജിലൻസിന്റെ നിലപാട് മാറുന്നത് എങ്ങനെയെന്ന് കോടതി ഇന്ന് ചോദിച്ചു. ബാർ കോഴ കേസിൽ തനിക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ എം മാണിക്കെതിരായ ബാർ കോഴ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് നോബിൾ മാത്യു നൽകിയ ഹർജികൾ പരിഗണിക്കവെയാണ് വിജിലൻസിനെ വീണ്ടും ഹൈക്കോടതി വിമർശിച്ചത്. UDF ഭരണകാലത്ത് മാണിക്ക് ക്ലീൻ ചീട്ട് നൽകിയ വിജിലൻസ് ഇപ്പോഴെങ്ങനെയാണ് നിലപാട് മാറ്റിയതെന്ന് കോടതി ചോദിച്ചു. സർക്കാരുകളുടെ നിറം മാറുമ്പോൾ വിജിലൻസിന്റെ നിലപാട് മാറുമോ എന്ന് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചു. കീഴ്ക്കോടതിയിൽ കേസ് എഴുതി തള്ളണമെന്നാവശ്യപ്പെട്ട് റിപ്പോർട്ട് നൽകിയ ശേഷം ഹൈക്കോടതിയിൽ തുടരന്വേഷണം ആവശ്യപ്പെടുന്ന വിജിലൻസിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഇത്തരത്തിൽ പെരുമാറുന്നത് ആർക്കുവേണ്ടിയാണെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിജിലൻസിനോട് ചോദിച്ചു. വിജിലൻസിന് രാഷ്ട്രീയം കളിക്കാനുള്ള വേദിയല്ല ഹൈക്കോടതിയെന്ന് മനസ്സിലാക്കണമെന്നും ഹൈക്കോടതി വിജിലൻസിന് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം ശങ്കർ റെഡ്ഡിയുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ചുള്ള കേസ് പരിഗണിക്കുമ്പോഴും രൂക്ഷമായ വിമർശനത്തിന് വിജിലൻസും വിജിലൻസ് കോടതികളും ഇരയായിരുന്നു. സനൂപ് ശശിധരൻ, മീഡിയ 1, കൊച്ചി. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്നോടൊപ്പം അതിഥികളായിട്ടുള്ളത് CPM MLA ശ്രീ KV അബ്ദുൽ ഖാദർ തൃശൂർ ബ്യൂറോയിൽ, കോൺഗ്രസ് വക്താവ് ശ്രീ ജോസഫ് വാഴക്കൻ തിരുവനന്തപുരത്ത്, നിയമവിദഗ്ധൻ രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൊച്ചിയിൽ, അഴിമതി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നിയമവിദഗ്ധനുമായ അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ കൊച്ചി ബ്യൂറോയിൽ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, 2 ദിവസങ്ങളിൽ അടുപ്പിച്ച് വിജിലൻസിൻ്റെ ഇടപെടലുകളെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. 1-ാം ദിവസം, അതായത് ഇന്നലെ, DGP ശങ്കർ റെഡ്ഡിയെ വിജിലൻസ് ഡയറക്ടറാക്കിയ നടപടിയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ സർക്കാരിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ പാകത്തിൽ വിജിലൻസ് വളർന്നോ, ഇവിടെ വിജിലൻസ് രാജാണോ എന്ന് സർക്കാർ പരിശോധിക്കണം എന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. 2-ാം ദിവസം KM മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ ശേഷവും ബാർ കോഴ കേസിൽ തുടരന്വേഷണം വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്ന വിജിലൻസിനോട് ചോദിച്ചത് രാഷ്ട്രീയത്തിന് നിറം മാറുന്നതനുസരിച്ച് മാറുന്നതാണോ വിജിലൻസിൻ്റെ നിലപാടെന്നാണ്. ഈ 2 വിമർശത്തെയും താങ്കൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ വിമർശങ്ങൾ അർത്ഥവത്താണോ, കാര്യമാത്ര പ്രസക്തമാണോ? ഹൈക്കോടതിയുടെ വിമർശനത്തെ ഞാൻ പ്രഥമദൃഷ്ട്യാ തള്ളിക്കളയുന്നില്ല. അത്തരം വിമർശനങ്ങൾ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്, അത് പരിഗണിക്കപ്പെടേണ്ടതുമാണ്. പക്ഷേ ചില ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യത്തിലൊരു അനൗചിത്യമുണ്ട്. കേരളത്തിൽ വിജിലൻസ് രാജാണോ എന്ന് ഹൈക്കോടതി ചോദിക്കുമ്പോൾ വിജിലൻസ് രാജിന് പകരം പിന്നെ മറ്റൊന്നൊരു രാജാ വരിക? ഇപ്പോൾ ഗുണ്ടാരാജ് കൊച്ചിയിൽ ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അഴിമതി രാജ്, അങ്ങനെ പലതരത്തിലുള്ള രാജുകളുണ്ട്. വിജിലൻസ് രാജ് എന്ന് പറയുമ്പോൾ അഴിമതിക്കെതിരെയുള്ള ജാഗ്രത കേരളത്തിൽ സജീവമായി നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനെ ഹൈക്കോടതി അത്ര ലാഘവത്തോടെ തള്ളിപ്പറഞ്ഞത് ശരിയായില്ല. മറ്റൊന്ന്, ചില തത്വങ്ങൾ ഇന്നലെ പറഞ്ഞു. ഒന്ന്, ഭരണകൂടത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് നടപടികളിൽ, ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിന്, അന്വേഷിക്കുന്നതിന് വിജിലൻസ് ഓഫീസർക്കോ വിജിലൻസ് കോടതിക്കോ അധികാരമില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ്. കാരണം ജുഡീഷ്യൽ റിവ്യൂ എന്ന പരമമായ അധികാരം അത് ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കും മാത്രമുള്ളതാണ്. അവിടെ വിജിലൻസ് കോടതി അമിതാധികാരം പ്രയോഗിക്കുന്നെങ്കിൽ അത് ഹൈക്കോടതി തിരുത്തേണ്ടതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം, അഴിമതി എന്നാൽ എന്ത്, അതിനൊരു നിർവചനം മനസ്സിലാക്കാത്തവരാണ് ആ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യാവകാശങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ എന്തും മനുഷ്യാവകാശമാകുന്നത് പോലെ എന്തും അഴിമതിയാകുന്നു. അങ്ങനെ ഇപ്പോൾ കൂട്ടിൽ അടക്കപ്പെട്ട തത്ത കൂടിന് പുറത്തു വന്നു എന്ന് പറയുമ്പോൾ അപ്പോഴും അല്പം സംയമനം ആവശ്യമുണ്ട്. ആ സംയമനത്തിൻ്റെ സന്ദേശമാണ് ഹൈക്കോടതി നൽകിയത് എന്ന് ഞാൻ കരുതുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കൾ പറഞ്ഞതുപോലെ ആദ്യ കാര്യത്തിൽ, അതായത് ശങ്കർ റെഡ്ഡിയെ സ്ഥാനക്കയറ്റം നൽകി വിജിലൻസ് ഡയറക്ടറാക്കിയ തീരുമാനത്തിന് പിന്നിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പുനഃപരിശോധിക്കാനോ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ശരിയായ രീതിയിലാണോ നടത്തപ്പെട്ടുള്ളത് എന്ന കാര്യം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനമാണല്ലോ, മന്ത്രിസഭാ തീരുമാനം അനുസരിച്ചാണല്ലോ അത്തരം കാര്യങ്ങൾ നടന്നത്. അത് ആ കാര്യത്തിൽ ഇടപെടാനുള്ള അധികാരം, നിയമപരമായ അധികാരം വിജിലൻസിനുണ്ടോ? രണ്ടാമതായി, ബാർ കോഴ കേസിൽ ആദ്യത്തെ ഭാഗം താങ്കൾ അംഗീകരിക്കുന്നതായാണ് ഞാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ ശങ്കർ റെഡ്ഡി സമർപ്പിച്ച റിപ്പോർട്ടിനെതിരെ ആ റിപ്പോർട്ട് തയ്യാറാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ രംഗത്ത് വരികയും താൻ നൽകിയ റിപ്പോർട്ടല്ല പൂർണ്ണമായി കോടതിയിലെത്തിയത് എന്ന ഒരു എതിർവാദം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഇത് രാഷ്ട്രീയ കളിക്ക് വേണ്ടിയുള്ള വേദിയാക്കരുതെന്ന് പറഞ്ഞതിൽ ഔചിത്യമുണ്ടോ? അല്ല, അത് കോടതികൾ പ്രത്യേകിച്ച് ഹൈക്കോടതി സ്ഥിരമായി പറയുന്ന ഒരു പ്രയോഗമാണ്. കോടതിയുടെ വേദി രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല, മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്നൊക്കെ പറയാറുണ്ട്.
പക്ഷേ ഏത് വിഷയത്തിന് നമുക്ക് അത് പറയാൻ കഴിയും. അങ്ങനെ പൊതുവെ പറയുന്നതിന് പകരം എന്താണ് ആ വിഷയത്തിൽ വന്നിരിക്കുന്ന ഒരു വീഴ്ച അല്ലെങ്കിൽ ന്യൂനത, പോരായ്മ, അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തുക, അതാണ് ഹൈക്കോടതി ചെയ്യേണ്ടത്. കാരണം വിജിലൻസിനെ നിർവീര്യമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളം അഴിമതി വിമുക്തമാകണമെങ്കിൽ വിജിലൻസ് ശക്തമാകണം. അതുകൊണ്ട് വിജിലൻസിനെ പൂർണ്ണമായും നിർവീര്യമാക്കി നിഷ്ക്രിയരാക്കി കടുത്ത പരാമർശങ്ങൾ നടത്തി ഹൈക്കോടതി മുന്നോട്ട് പോകുന്നതും ഒരു അർത്ഥത്തിൽ അത് ശരിയല്ല. ശ്രീ ജോസഫ് വാഴക്കൻ, ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് വിജിലൻസ് ഒരു ചത്ത തത്തയായിരുന്നു കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തെന്ന്. മുഖ്യമന്ത്രിയുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുന്ന, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമായി വിജിലൻസ് തരം താണു പോയിരുന്നുവെന്നതാണ്. ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ജനങ്ങളോട് വോട്ട് ചോദിച്ചപ്പോൾ അവർ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു വാഗ്ദാനം വിജിലൻസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുമെന്നാണ്. അതിനനുയോജ്യമായ രീതിയിലുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അല്ലേ ഇതുപോലൊരു വിമർശനം വിജിലൻസ് കേൾക്കേണ്ടി വന്നത്? എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? വിജിലൻസ് ഇപ്പോൾ കൂട്ടിൽ നിന്ന് പുറത്തു വന്ന തത്തയാണ് എന്ന് പറയുന്നതിനോട് എനിക്കൊരു ശതമാനം യോജിപ്പില്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ കൂട്ടിൽ മാത്രം കിടക്കുകയാണ്. വേറെ ഇപ്പം ഇടതുപക്ഷ മുന്നണിയിലെ ഗവൺമെൻറ്റുകൾക്കോ പാർട്ടികൾക്കോ പോലും അതിനകത്ത് മറ്റു സ്വാധീനമൊന്നുമില്ല. പിണറായി വിജയൻ്റെ മാത്രം സ്വന്തം കൂട്ടിൽ. കാരണം അദ്ദേഹം ഇടയ്ക്കിടയ്ക്കെല്ലാം പിണറായി വിജയനെ പുകഴ്ത്തുന്ന കാണാം. വിജിലൻസിൻ്റെ ഡയറക്ടർ തന്നെ പിണറായി വിജയനെ ഓരോ സമയത്തും പുകഴ്ത്തി സംസാരിക്കുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ സംസാരിക്കുന്ന പോലെയാണ്. ഞാനൊരു അദ്ദേഹത്തിൻ്റെ ആദ്യം കണ്ടത് അഴിമതി വിരുദ്ധ ദിനത്തിൻ്റെ 1ാം വാർഷികത്തിൽ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ വർഷമായിരുന്നുവെങ്കിൽ ഇത് ആഘോഷിക്കാൻ കഴിയില്ലായിരുന്നു, ആ ഗവൺമെൻറ് അഴിമതിയിൽ മുങ്ങി നിൽക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ്. ഇത്തവണ പറഞ്ഞ നല്ലവരുടെ ഇടയിൽ കഴിയുന്നു. ഇതൊക്കെ വെറുതെ ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ്. ഇവിടെ അഴിമതിക്കെതിരായ പോരാട്ടമൊന്നുമല്ല, ഇവിടെ പക തീർക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സർവീസിലുള്ള ആളുകളെ, അതിന് പുറത്തുള്ള ആളുകളെ ഒക്കെയുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുന്നത് പോലെയാണ് ഇവിടെ അന്വേഷണങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ശ്രീ കെ ബാബുവിൻ്റെ കാര്യത്തിലാണെങ്കിലും കെ എം മാണിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കെ എം മാണിയുടെയൊക്കെ കാര്യത്തിൽ വിജിലൻസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്ന് കോടതിയിൽ കുറ്റവിമുക്തനായ റിപ്പോർട്ട് കൊടുത്ത അതേ ഉദ്യോഗസ്ഥൻ തന്നെ ഗവൺമെൻറ് മാറി ഡയറക്ടർ മാറുമ്പോൾ ആ ഡയറക്ടർ അത് വളഞ്ഞ വഴിയിലൂടെ ഇതിനകത്തൊക്കെ വിജിലൻസ് കോടതികളെയും ഹൈക്കോടതി പരാമർശിച്ചിട്ടുണ്ട്, അവരെയും വിമർശിച്ചിട്ടുണ്ട്. വിജിലൻസ് കോടതികളിൽ പലപ്പോഴും ഇതിൻ്റെ പരിധി എന്താണെന്നോ ഇത് ആൻറ്റി കറപ്ഷൻ ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണോ എന്നുള്ളതൊന്നും പരിശോധിക്കാതെ ചില ആളുകൾ പരാതി കൊടുക്കുന്നു. അത് വിജിലൻസിൽ തന്നെ ഏർപ്പാട് ചെയ്തിരിക്കുന്ന സ്ഥിരം പരാതിക്കാരുണ്ട്. ആ പരാതിക്കാരെ കൊണ്ട് വിജിലൻസ് കോടതിയിലേക്കൊന്ന് പോകുന്നു, അന്വേഷിക്കാനായിട്ട് പറയുന്നു, അതോടുകൂടി കേസ് മുഴുവൻ തിരിച്ചു മറിക്കുന്നു. ഇതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ വിജിലൻസ് കോടതികളും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വിജിലൻസ് കോടതികളും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഇതുപോലെ ഇപ്പോൾ ഇന്നലെ ഉണ്ടായിരിക്കുന്ന പരാമർശം തന്നെ അതിനകത്ത് പറയുന്നു, ഈ കേസ് വിജിലൻസിന് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഇത് അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല എങ്കിലും അതിനകത്ത് ആ വ്യക്തിയുടെ പ്രൊമോഷനെ സംബന്ധിച്ച് കാര്യത്തിൽ ചട്ടവിരുദ്ധമായി സംഭവിച്ചു. അത് പരിശോധിക്കാൻ വിജിലൻസിന് എന്ത് അധികാരമാണ് ഉള്ളത്? വിജിലൻസിന് ഒരു അധികാരവും ഇല്ല. അതാ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അകത്ത് എഴുതിയിരിക്കുക ഇത് അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ ഒരുപക്ഷെ വരുമില്ലായിരിക്കുമെങ്കിൽ പോലും എന്ന് വെച്ചാൽ വ്യക്തിപരമായ വിരോധം അതിൻ്റെ അകത്തുണ്ട്. ശങ്കർ റെഡ്ഡിയുമായി വിജിലൻസ് ഡയറക്ടർക്കുള്ള വ്യക്തിപരമായ വിരോധം അത് വളരെ പ്രസിദ്ധമാണ്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നിയമനം പോലും വർഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും അന്വേഷിച്ച് അതിന്മേൽ കുടുക്കിയിടുക എന്നുള്ള ഒരു രീതിയിലേക്ക് കേരളത്തിലെ IASകാരുടെ മുഴുവൻ പരാതി അതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ തരത്തിലുള്ള പരാതികളും വൈരാഗ്യങ്ങളും മുഴുവൻ തീർക്കാനത് ഉപയോഗിക്കുന്നു. പിണറായി വിജയൻ ഇപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഇമേജ് ഈ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് വളരെ മോശമായിരുന്നു. പല കാര്യങ്ങളും പ്രത്യേകിച്ച് ലാവലിനുൾപ്പെടെയുള്ള കേസ് ഇപ്പോഴും നിൽക്കുക. ജുഡീഷ്യറിയോടും നിയമത്തോടും ഇത്രയധികം പ്രതിബദ്ധതയുള്ള വ്യക്തിയാണ് എങ്കിൽ എന്തിനാ ഈ ലാവ്ലിൻ കേസിൻ്റെ കാര്യത്തിലൊക്കെ ഈ അന്വേഷണത്തിന് നീട്ടി കൊണ്ടുപോകുന്നത്? അതങ്ങ് അന്വേഷണത്തിൽ അതിൻ്റെ ഹിയറിംഗ് അങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരെ? നിയമം യഥാർത്ഥത്തിലുള്ള നിയമം വ്യാഖ്യാനിച്ചല്ലല്ലോ അതിനകത്തുനിന്ന് ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രീതിയിലാണോ ഇത് കൈകാര്യം ചെയ്യേണ്ടത്? എന്തിനാ സ്ഥിരമായിട്ട് പ്രതിഭാവം വക്കീലിന് അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് നീട്ടി കൊണ്ടുപോകുന്നത്?
അപ്പോൾ അതൊന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇമേജ് ഒന്ന് വീണ്ടെടുക്കണം. അതിനുവേണ്ടി ഏറ്റവും നല്ലത് അഴിമതി വിരുദ്ധതയുടെ വലിയ ഒരു സർട്ടിഫിക്കറ്റുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ പിന്തുണയ്ക്കുന്നു എന്ന് വരുത്തിക്കൊണ്ട് ഇദ്ദേഹവും അഴിമതിക്കെതിരായ വലിയ പോരാട്ടം നടത്തുകയാണ് എന്നൊരു തെറ്റിദ്ധാരണ കേരള സമൂഹത്തിൽ ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണ്. ഞാൻ വരാം താങ്കൾ. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, 4 ഉദ്യോഗസ്ഥരെയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സ്ഥാനക്കയറ്റം നൽകിയത്. അതിൽ ശങ്കർ റെഡ്ഡിയുടെ കാര്യത്തിൽ മാത്രം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഈ തടസ്സവാദം, അതിൻ്റെ നടപടിക്രമങ്ങളിൽ കൃത്രിമമുണ്ടായി എന്ന പരാതി, ആ പരാതി ഉന്നയിക്കപ്പെടുമ്പോൾ കോടതി പ്രകടിപ്പിച്ച സ്വാഭാവിക സംശയം ഇത് ഒരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടു, അതിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുമെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിജിലൻസിൻ്റെ അന്വേഷണ പരിധിയിൽ വരാത്ത, നിയമപരമായി വിജിലൻസിൻ്റെ ഇടപെടൽ അസാധ്യമാക്കുന്ന ഒരു കാര്യത്തിൽ, അതായത് സർക്കാരിൻ്റെ ഭരണപരമായ കാര്യത്തിൽ, അഡ്മിനിസ്ട്രേറ്റീവായ ഒരു കാര്യത്തിൽ എന്തിനാണ് വിജിലൻസ് കൈകടത്തിയത് എന്ന ചോദ്യം കോടതി ചോദിച്ചത്. രണ്ടാമത്, ബാർക്കോഴ കേസിൽ KM മാണിയുടെ കാര്യത്തിൽ KM മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകി എന്ന റിപ്പോർട്ട് കീഴ്ക്കോടതിയിൽ നിൽക്കുമ്പോൾ തന്നെ തുടരന്വേഷണം വേണം എന്നൊരാവശ്യം മേൽക്കോടതിയിലേക്ക് വരുന്നതിനെയാണ് കോടതി നിശിതമായി ഇന്ന് വിമർശിച്ചത്. ഈ 2 വിമർശനങ്ങൾക്കും വിജിലൻസിൻ്റെ ഈ 2 കാര്യങ്ങളിലുമുള്ള നിലപാട് യഥാർത്ഥത്തിൽ അവർ ചോദിച്ചു വാങ്ങിയതല്ലേ ഈ വിമർശനങ്ങൾ? അല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വിജിലൻസിനെ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗിച്ചതായിട്ട് ഹൈക്കോടതിയുടെ വിധി ഒന്നും വന്നിട്ടില്ലല്ലോ. 2 വ്യത്യസ്ത കേസുകളിൽ നടത്തിയ പരാമർശങ്ങളാണ് ഇവിടെ നമ്മുടെ ചർച്ചയ്ക്ക് ആധാരം. ശ്രീ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കോടതിക്ക് അത് പറയാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഈ ശങ്കർ റെഡ്ഡിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അന്വേഷണം എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള തീരുമാനമായിരുന്നെങ്കിൽ പോലും ചില പ്രത്യേക വിഷയങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്ന ധാരണയിൽ തന്നെയാണ് അത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് ചുമതലപ്പെടുത്തിയത്. കാരണം ഇവിടെ രണ്ടാമത് പറഞ്ഞ ബാർക്കോഴ കേസിൽ സുരേശൻ ആദ്യം ഈ കേസിൽ കാമ്പുണ്ട് എന്ന് പറയുകയും പിന്നീട് തൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരം റിപ്പോർട്ടിൽ വരുത്തിയിട്ടുള്ള മറിമായവും ഇത് തമ്മിലുള്ള പരസ്പര ബന്ധം, ഇത്തരത്തിൽ അന്നത്തെ ഗവൺമെൻറ്റിലെ ഒരു മന്ത്രിക്കെതിരായിട്ട് ഉയർന്നു വന്ന കേസിൽ പ്രത്യേകമായിട്ടുള്ള നിലപാടെടുത്തത് കൊണ്ടാണോ ഈ സ്ഥാനക്കയറ്റം? അതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ അല്ലെങ്കിൽ കൂടിയാലോചനകളോ നടന്നിട്ടുണ്ടോ? ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് വിജിലൻസ് അഴിമതിയുടെ ഈ കേസിൻ്റെ പരിധിയിൽ വരില്ലെങ്കിൽ പോലും പ്രത്യേകമായിട്ട് റിപ്പോർട്ട് നൽകുന്നതിന് ആവശ്യപ്പെട്ടതായിരുന്നു. ഇവിടെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് വിജിലൻസിനെ ദുരുപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ, ഇവിടെ ഇപ്പോൾ ശ്രീ KV അബ്ദുൽ ഖാദർ ചൂണ്ടിക്കാണിച്ച ബാർക്കോഴ കേസ്, അവിടെ ശങ്കർ റെഡ്ഡിക്ക് കിട്ടിയിട്ടുള്ള ഈ സ്ഥാനക്കയറ്റം അതൊരു ഉപകാര സ്മരണയായിരുന്നുവെന്നോ അതല്ല സർക്കാരിന് തന്നെ ചില താല്പര്യങ്ങൾ മുൻനിർത്തി അത് നടപ്പാക്കാൻ വേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ടതാണോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിൽ ഒരു ഇടപെടൽ ഉണ്ടായി എന്നത് നിയമപരമായി നോക്കുമ്പോൾ ന്യായീകരിക്കാൻ കഴിയാവുന്ന ഒരു വാദമാണോ? ഞാൻ മനസ്സിലാക്കുന്നത് വിജിലൻസിന് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ ഒന്നെങ്കിൽ ഒരു ക്രിമിനൽ മിസ്കോണ്ടക്ട് ഓഫ് പബ്ലിക് സർവൻസ്, അല്ലെങ്കിൽ dishonest or improper conduct or abuse of power by public servants, gross dereliction of duty negligence, misappropriation of public funds involving more than 50,000, amassment of wealth disproportionate to the non-sources of income, misuse of public money or property. ഇത്തരം സന്ദർഭങ്ങളിൽ അല്ലേ വിജിലൻസിൻ്റെ ഇടപെടൽ നിയമപരമായി സാധൂകരിക്കപ്പെടുക? ഇതിലേതെങ്കിലും ഒന്നിൻ്റെ കീഴിൽ വരുന്നതാണോ ശങ്കർ റെഡ്ഡിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട പരാതി? അങ്ങനെ അല്ലെങ്കിൽ കോടതിയുടെ വിമർശം കഴമ്പുള്ളതല്ലേ? ശങ്കർ റെഡ്ഡിയെ പ്രൊമോട്ട് ചെയ്ത് നിയമിച്ചത് നിയമപരമായ ഒരു നടപടിയാണെങ്കിൽ സാധാരണഗതിയിൽ അതിന് ഒരു വിജിലൻസ് നടപടിയുടെ ആവശ്യമില്ല. വിജിലൻസ് നടപടിയെടുക്കേണ്ടത് ശങ്കർ റെഡ്ഡിയെ നിയമിച്ചത് നിയമവിരുദ്ധമായിരിക്കുകയും അത് അദ്ദേഹത്തിനെ അനാവശ്യമായിട്ട് സഹായിക്കാൻ വേണ്ടി മന്ത്രിസഭയോ അന്നത്തെ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ചെയ്തതാണെന്ന് ആരോപണം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇവിടെ സെൻട്രൽ വിജിലൻസ് കമ്മീഷനായിട്ടൊരു മഹാനായ IAS-കാരനെ നിയമിച്ചപ്പോൾ സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ ബാക്ക് ട്രാക്ക് നോക്കിയിട്ട് അങ്ങനെ ഒരാളിനെ നിയമിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുത്ത രാജ്യമാണ് ഇന്ത്യ. അവിടെ
സർവീസ് ലോയിലെ പൊതുതത്വമായിട്ടുള്ള തേർഡ് പാർട്ടിക്ക് ഒന്നും ഇടപെടാൻ പറ്റില്ല എന്നുള്ള നിയമമൊന്നും ബാധകമായില്ല. ശങ്കർ റെഡ്ഡിയുടെ നിയമനത്തിൽ എന്താണ് അടിസ്ഥാനപരമായ ആരോപണം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു നിയമനം അഡ്മിനിസ്ട്രേറ്റീവ് നടപടി ആയതുകൊണ്ട്, അതൊരു ഗവൺമെൻറ് ചെയ്തതായതുകൊണ്ട് അതിനൊരു വിജിലൻസ് ആംഗിൾ ഉണ്ടായിക്കൂടാ എന്നില്ല. വിജിലൻസ് കേസെടുക്കുമ്പോൾ അവിടെ അഴിമതി ആരോപണം തന്നെ ഉണ്ടാവണം. അഴിമതി എന്ന് പറയുന്നത് സ്വജനപക്ഷപാതവും അഴിമതിയായിട്ടാണല്ലോ നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മുടെ വ്യവസായ മന്ത്രി രാജിവെക്കേണ്ടി വന്ന വിജിലൻസ് അന്വേഷണത്തിൽ എന്താ കുഴപ്പം? അദ്ദേഹം ഒരു ബന്ധുവിനെ നിയമിച്ചു. ആ നിയമനം നിയമത്തിനെ അനുശാസിക്കുന്ന രീതിയിലല്ല. വേറെ കുഴപ്പമൊന്നുമില്ല. കൈക്കൂലി വാങ്ങിച്ചെന്നോ ആരെങ്കിലും പണം വാങ്ങിച്ചെന്നോ അദ്ദേഹം അനാവശ്യമായിട്ട് പണം ഉണ്ടാക്കുന്നൊന്നും കേസില്ല. അപ്പോഴും വിജിലൻസിൻ്റെ അന്വേഷണം വന്നു. വരണം എന്നൊക്കെ നമ്മൾ സ്വാഗതം ചെയ്തു. വിജിലൻസ് നടപടി അനുസരിച്ച് അദ്ദേഹം രാജിവെച്ചു. ശങ്കർ റെഡ്ഡിയുടെ നിയമനം ഇതിൽ ഉൾപ്പെടുമെന്നുള്ളത് വിശദീകരിക്കേണ്ട ജോലി നിശ്ചയമായും വിജിലൻസിൻ്റെ വകുപ്പിനുണ്ട്. അത് അവർ നിർവഹിക്കട്ടെ. ഇവിടെ അതേപ്പറ്റി അന്തിമ തീരുമാനമായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോടതി പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഒരു കേസ് വരുമ്പോൾ അതിന് അടിസ്ഥാനപരമായി വിജിലൻസ് അന്വേഷിക്കാൻ കാരണമൊന്നുമില്ല. ഇത് ദുരുദ്ദേശപരമായിട്ട് വിജിലൻസ് ഡയറക്ടർ ചെയ്യുന്നതാണ്, ദുരുദ്ദേശപരമായിട്ട് ഈ ഗവൺമെൻറ് ചെയ്യിക്കുന്നതാണെന്നൊക്കെ ആരോപണം ഉന്നയിക്കാൻ അതിന് ആ നിയമനത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് ആർക്കും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ശങ്കർ റെഡ്ഡിക്കെതിരെ വരുന്ന അന്വേഷണവും ദുരുദ്ദേശപരമാണെന്ന് പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അദ്ദേഹം അത് കോടതി പറയും. എനിക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം ദുരുദ്ദേശപരമാണ്, അത് റദ്ദാക്കണമെന്ന് പറഞ്ഞ് കോടതി പോകാനും അതിനനുകൂലമായി വിധി സമ്പാദിക്കാനും നിയമപരമായ അധികാരം ശങ്കർ റെഡ്ഡിക്കുണ്ട്. അതൊക്കെ കോടതി നടപടികളുടെ ഭാഗമാണ്. അതിൽ കോടതി നടപടി വരുമ്പോൾ അന്തിമ വിധി വന്നാൽ ആ വിധി നിയമത്തിനും നീതിക്കും നിരക്കുന്നതാണോ എന്ന് പരിശോധിക്കാൻ നിയമജ്ഞന്മാർക്കും സാധാരണ ജനങ്ങൾക്കും അവകാശമുണ്ട്. ഞങ്ങളത് പരിശോധിക്കാറുമുണ്ട്. പരിശോധിച്ചിട്ട് തെറ്റാണെന്നുണ്ടെങ്കിൽ അത്യുന്നത കോടതിയിലേക്ക് അത് നീങ്ങും. അത്യുന്നത കോടതിയിലെ ഏറ്റവും അവസാനത്തെ വിധിയും കഴിഞ്ഞ് അവിടെ റിവ്യൂവും കഴിഞ്ഞ് അവിടെ ഒരു ക്യൂറേറ്റീവ് പെറ്റീഷൻ കഴിഞ്ഞ് അന്തിമ വിധിയായാലും ഈ നിയമജ്ഞന്മാർ പറയും ആ വിധി തെറ്റാണെന്ന് പറയും. പക്ഷേ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അത് അന്തിമമായിരിക്കും. എപ്പോഴും വളരെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന അന്തിമ വിധി പോലും 10 കൊല്ലം കഴിയുമ്പോൾ മാറില്ലേ? അങ്ങനെയല്ലേ ഗോലക്നാഥ് കേസ് വന്ന് 1951 മുതൽ 67 വരെ നിലവിലിരുന്ന എല്ലാ സുപ്രീം കോടതി വിധികളും തെറ്റാണെന്ന് പറഞ്ഞ് 67 നമ്മുടെ സുപ്രീം കോടതി തന്നെ വിധിച്ചു. എന്നിട്ട് 7 കൊല്ലം കഴിഞ്ഞപ്പോൾ 67 പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് 74 വിധിച്ചു. അങ്ങനെ മാറി മാറി നമ്മുടെ കോടതികൾ പറയാറുണ്ട്. കൂടുതൽ ബെഞ്ചുകൾ വരുമ്പോൾ അങ്ങനെ മാറ്റി മാറ്റി അഭിപ്രായങ്ങൾ വരും. അത് കോടതികൾക്ക് പറയാം. കോടതികൾ മാറ്റി അഭിപ്രായം പറയുമ്പോൾ അത് രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് ജനങ്ങൾ പറയാറില്ല. പല കാലത്തും പല ജഡ്ജിമാരായിരിക്കും വിധിക്കുന്നത്. അവരുടെ ഹയർ വിസ്ഡം ഒക്കെ പ്രിവെയിൽ ചെയ്യും. കോടതി രാഷ്ട്രീയം കളിക്കുകയാണോ ബാർക്കോഴ കേസിന്റെ കാര്യത്തിൽ KM മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കീഴ്ക്കോടതിയിൽ നിൽക്കുന്നു. അതേസമയം തന്നെ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയിലേക്ക് വരുന്നു. ഇത് സ്വാഭാവികമായി കോടതിയിൽ നിന്ന് നിങ്ങൾ സർക്കാർ മാറുന്നതനുസരിച്ച് വിജിലൻസിന്റെ നിലപാട് മാറുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിലേക്ക് സ്വാഭാവികമായി കോടതി എത്തില്ലേ? അങ്ങനെ യഥാർത്ഥത്തിൽ സർക്കാർ മാറുന്നതനുസരിച്ച് വിജിലൻസിൻ്റെ നിലപാട് മാറിയാലും സർക്കാർ മാറാതെ തന്നെ വിജിലൻസിൻ്റെ നിലപാട് മാറിയാലും ഒരുപക്ഷെ കോടതിക്ക് ചോദ്യം ചെയ്യാം. സർക്കാർ മാറിയില്ലെങ്കിലും വിജിലൻസിൻ്റെ നിലപാട് മാറ്റാമല്ലോ. ഇവിടെ തന്നെ എന്താ ഞാൻ മനസ്സിലാക്കുന്നത്, വിജിലൻസ് കോടതിയിൽ ഒരു നിലപാട് അന്ന് വിജിലൻസ് എടുത്തു. വിജിലൻസ് കോടതി അത് സ്വീകരിച്ച് KM മാണിയെ കുറ്റവിമുക്തനാക്കിയെങ്കിൽ KM മാണി പിന്നെ അതിന് അപ്പീൽ വരുമോ? നമ്മുടെ വിജിലൻസ് എടുത്ത നിലപാട് വിജിലൻസ് കോടതി സ്വീകരിച്ചില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. KM മാണിയാണ് ഹൈക്കോടതി വന്നിരിക്കുന്നത്. KM മാണിക്കെതിരെ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് നോബൽ മാത്യുവും വന്നെന്ന് പറയുന്നു. അല്ല, വിജിലൻസ് അല്ലല്ലോ ഹൈക്കോടതി വന്നിരിക്കുന്നത് നിലപാട് മാറ്റിയിട്ട്. എനിക്കത് മനസ്സിലാകുന്നില്ല. എന്തായാലും ഒരു നിലപാട് വിജിലൻസ് കോടതിയിൽ എടുക്കുകയും ആ നിലപാട് അംഗീകരിക്കപ്പെടുകയോ തള്ളിക്കളയോ ചെയ്തതിന് ശേഷം നിലപാട് മാറ്റരുതെന്നൊരു നിയമത്തിലും പറയുന്നില്ല. ഒരു പക്ഷേ വിജിലൻസ് കോടതിയുടെ അഭിപ്രായങ്ങളെല്ലാം എഴുതി കടലാസ് ഫർദറായിട്ടുള്ള എന്തെങ്കിലും രേഖയും വെച്ചിട്ട് ആ നിലപാടിൽ വസ്തുതാപരമായ മാറ്റം ഉണ്ടെങ്കിൽ വിജിലൻസ് മാറ്റണ്ടേ? ഞാൻ വരാം. ഡോക്ടർ സെബാസ്റ്റ്യൻ ഇവിടെ ശ്രീ M.R. രാജേന്ദ്രൻ നായർ പറഞ്ഞ EP ജയരാജന്റെ കേസുമായി ഉള്ളൊരു താരതമ്യം ഇവിടെ ശരിയാകുമോ? EP ജയരാജന്റെ കേസിൽ അവിടെ അതിൻ്റെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു ഓഫ് റെക്കോർഡായി ഈ കാര്യങ്ങളെല്ലാം നടന്നു, അവിടെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായി എന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ വിജിലൻസിൻ്റെ ഇടപെടൽ അനിവാര്യമായി തീർന്നത്? അവിടെയും വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്ന വിമർശനം വിജിലൻസ് ഡയറക്ടർക്ക് നേരെ ഉണ്ടാകുന്ന ഒരു സന്ദർഭവും ഉണ്ടായിരുന്നു കോടതിയിൽ നിന്ന്.
ആ താരതമ്യം ഇവിടെ ശരിയാകുമോ? അല്ല, ഞാൻ ആ താരതമ്യം ശരിയാകുമെന്ന് പറഞ്ഞതല്ല. അതായത് മറ്റ് തരത്തിൽ അമിതമായ ധനസമ്പാദനമോ അല്ലെങ്കിൽ അവിഹിതമായ ഇല്ലായ്മയൊക്കെ ഇല്ലാതെ തന്നെ ഒരു വിജിലൻസ് അന്വേഷണം വരുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഒരു സ്വജനപക്ഷപാതം പറഞ്ഞിട്ട് ചെയ്യാം. ഒരു നിയമലംഘനത്തിൽ അതിനകത്ത് എന്തെങ്കിലും അതായത് അനർഹമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. അതിനകത്ത് അഴിമതിയുണ്ടോ എന്നുള്ളത് അതിൻ്റെ ഒരു സൂക്ഷ്മമായ അവലോകനമാണ്. പക്ഷേ എല്ലാ കേസും വിജിലൻസ് കോടതി കൊടുക്കുന്ന എല്ലാ കേസും ശിക്ഷിക്കപ്പെടുന്നുണ്ടോ? എത്ര ശതമാനം വളരെ കുറഞ്ഞ ശതമാനം ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. അങ്ങനെ ശിക്ഷിക്കപ്പെടാത്ത കേസിൽ പിന്നീടൊരു നിലപാട് മാറ്റി ആദ്യം ഒരു നിലപാടെടുത്തു, വിജിലൻസ് കോടതി ആ നിലപാട് അംഗീകരിച്ചില്ല എന്ന് വെക്കുക, നിലപാട് മാറ്റിക്കൂടെ? ഞാൻ വരാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഈ പറഞ്ഞതുപോലെ വിജിലൻസ് എടുക്കുന്ന എല്ലാ കേസുകളിലും അത് കോടതിയിലെത്തി ഒരു നടപടി അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല. വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് മറച്ചുണ്ടാകുന്നത്. പക്ഷേ എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിൽ വരുമ്പോൾ വിജിലൻസിനെ മറ്റു പല രീതികളിൽ വിജിലൻസ് കേസുകൾ ഉണ്ടാവുകയും അത് രാഷ്ട്രീയമായ തിരിച്ചടിക്ക് വഴിവെക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെയാണ് വിജിലൻസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുമെന്നും വിജിലൻസിന് സ്വതന്ത്രമായി അഴിമതി വിരുദ്ധ നീക്കം നടത്താൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കുമെന്നുമുള്ള ഒരു വാഗ്ദാനം നൽകി ഒരു സർക്കാർ ഇവിടെ ഉണ്ടാകുന്നത്. അതിന് ലെറ്റ് ഡൗൺ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുന്ന ഒരു നിരീക്ഷണമാണോ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്? അതല്ല, ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ വിജിലൻസ് ഒരു പ്രോ ആക്റ്റീവ് റോളിലെത്തി കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്ന നിലയിലേക്ക് വിജിലൻസ് മാറിയത് കൊണ്ടാണോ കോടതി ഇവിടെ വിജിലൻസ് രാജാണോ എന്ന് ചോദിക്കുന്നത്? അതെ, ഇന്നലെയും ഇന്നുമായി ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ ഒരു രീതിയിലും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു കുറ്റപത്രം അല്ലെങ്കിൽ വിമർശനമായി കാണാൻ കഴിയില്ല. ഇവിടെ വിജിലൻസിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഹൈക്കോടതി ചില വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിരിക്കുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പുണ്ട്. ക്യാബിനറ്റ് എടുത്ത തീരുമാനങ്ങൾ ശരിയാകാം തെറ്റാകാം, അതിൻ്റെ തെറ്റ് ശരിയും പരിശോധിക്കേണ്ടത് വിജിലൻസ് അല്ല, അത് ജുഡീഷ്യൽ റിവ്യൂ എന്ന അധികാരം ഉപയോഗിച്ച് ഹൈക്കോടതി ചെയ്യേണ്ട ജോലിയാണ്. അതാണ് ഹൈക്കോടതി ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം. മറ്റൊന്ന്, വിജിലൻസ് രാഷ്ട്രീയം കളിക്കാൻ കോടതിയുടെ വേദി ഉപയോഗപ്പെടുത്തരുതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എടുത്ത് കളിക്കാൻ പാടില്ല. വിജിലൻസിൻ്റെ ജോലി രാഷ്ട്രീയം കളിക്കുക എന്നുള്ളതല്ല. വിജിലൻസ് സ്വതന്ത്രമായി പ്രവർത്തിക്കണം. ആ സ്വാതന്ത്ര്യം വിജിലൻസിന് നൽകിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഗവൺമെൻറ്റാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതിന് വിരുദ്ധമായൊരു പരാമർശം ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, വിജിലൻസിൻ്റെ അധികാര പരിധി എവിടെ വരെ ഉണ്ട്? അഴിമതി എന്നതിൻ്റെ നിർവചനം എന്താണ്? എല്ലാ കാര്യങ്ങളിലും നമുക്ക് അനുചിതം എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും അഴിമതിയായി കണ്ടുകൊണ്ട് അവിടെ വിജിലൻസ് ഇടപെട്ടാൽ അത് ശരിയാവില്ല. വിജിലൻസ് ശരിയായ അഴിമതി കേസുകൾ കണ്ടെത്തുകയും അവിടെ പിടിമുറുക്കുകയും അവിടെ കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും വേണം. കാണുന്നതെല്ലാം കൊത്തിയെടുത്താൽ അത് കൊക്കിലൊതുങ്ങാത്തതായി മാറും. കേരളത്തിലെ വിജിലൻസിൻ്റെ പ്രവർത്തനത്തിൽ അങ്ങനെ ഒരു അപാകത കാണുന്നില്ലേ എന്നെനിക്ക് സംശയമുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ. അല്ല, ഞാനും അതിനോട് യോജിക്കുകയാണ്. ഇവിടെ ബഹുമാനായ രാജേന്ദ്രൻ നായർ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രശ്നം, എന്തുകൊണ്ടാണ് വിജിലൻസിനെ കുറിച്ച് ഇങ്ങനെ ഒരു പരാതി വന്നത്, വിജിലൻസ് അല്ലല്ലോ പരാതി പോയത് എന്ന് പറഞ്ഞാൽ, കെ എം മാണിയുടെ കേസിൽ ശ്രീ സുഖേശൻ തന്നെ തിരിച്ചു പറഞ്ഞപ്പോൾ കോടതി അന്വേഷിക്കുന്നതിന് വേണ്ടി കൊല്ലത്തെ DYSP ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് കെ എം മാണിയുടെ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു. ഇങ്ങനെ വീണ്ടും റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഇന്നലെ നോബിൾ മാത്യുവിൻ്റെ CBI അന്വേഷിക്കണമെന്നുള്ള കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ അതേ വിജിലൻസ് അവിടെ പോയിട്ട് പറയാ തുടരന്വേഷണം ആകണമെന്ന് എന്ന് വെച്ചാൽ അത് ഡയറക്ടറുടെ താല്പര്യം. അപ്പോൾ അതനുസരിച്ച് ഇവിടെ വിജിലൻസ് കോടതിയിൽ 2 പ്രാവശ്യം ഇത് കെ എം മാണിയുടെ കേസ് തള്ളിക്കളയണമെന്നുള്ള അല്ലെങ്കിൽ അത് കേസ് നിലനിൽക്കില്ല എന്നുള്ള റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഹൈക്കോടതി പോയി വേറൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞത്. അത് സത്യത്തിൽ അത് തെറ്റാണ്. കാരണം ഹൈക്കോടതി രണ്ടാമത് വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിനകത്തും കെ എം മാണിക്ക് അനുകൂലമായ റിപ്പോർട്ടാണ് പോയത് കഴിഞ്ഞ ദിവസം. അത് ഒരു 2 ആഴ്ച മുമ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഹൈക്കോടതി ഈ രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നിഷ്പക്ഷമായിട്ടും നീതിപൂർവമായിട്ടും അഴിമതി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് വിജിലൻസ് എന്നുള്ള ഒരു ചിന്തയുണ്ടാക്കണം, എല്ലാവരിലും അതിൽ വിശ്വാസം ഉണ്ടാക്കണം. ഇത് വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്നുള്ളൊരു ഫീലിങ്, അത് മൊത്തത്തിൽ രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, അത് UDFകാർക്ക് മാത്രമുള്ളൊരു ചിന്തയല്ല, അത് ഉദ്യോഗസ്ഥ തലത്തിലും വിവിധ തലങ്ങളിൽ. ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോൾ ആരോപണം ഉണ്ടായിരിക്കുന്ന എല്ലാവരും അഴിമതിക്കാരാണോ?
അവരൊന്നും അഴിമതിക്കാരൊന്നുമല്ല, വളരെ നല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോ ചെറിയ കാര്യങ്ങൾ പ്രൗഢീകരിക്കുകയും അന്വേഷണം തുടങ്ങുന്ന അന്നു മുതൽ തന്നെ മാധ്യമങ്ങളെയും കൂടെ കൊണ്ടുവന്ന്, ചാനലുകളെയും കൂടെ കൊണ്ടുവന്ന് അവിടെ എല്ലാം അന്വേഷിക്കുന്നു, കയറുന്നു, റെയ്ഡ് നടത്തുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആളുകളെ അപമാനിക്കലോ ആക്ഷേപിക്കലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ കെ ബാബുവിൻ്റെ കേസും വിജിലൻസ് അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസാണ്. പക്ഷേ ഈ ഡയറക്ടർ പിന്നീട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ചാക്ക് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന VM രാധാകൃഷ്ണനെ കൂടെ ഒരു പരാതി എഴുതി വാങ്ങിപ്പിച്ചിട്ട് വേറൊരു അന്വേഷണം നടത്തിയത് അവിടെ ശ്രീ ബാബു കൈക്കൂലി വാങ്ങിയെന്നുള്ളതല്ല അന്വേഷിക്കുന്നത്. പിന്നെ ബാബുവിൻ്റെ ബന്ധുക്കളെ, ചാർച്ചക്കാരെ മുഴുവൻ ആളുകളുടെയും വീടാന്തരം കയറി ഇറങ്ങി മുഴുവൻ ചാനലുകളും പത്രങ്ങളെയും കൂട്ടിപ്പിടിച്ച് ആളുകളെ അങ്ങ് ആക്ഷേപിക്കുകയാണ്. അന്വേഷണം നടക്കുന്നതിന് ഇവിടെ ആരും എതിര് പറയില്ല. ഇനി ഞാൻ സത്യമായിട്ടും പറയുന്ന ആരഴിമതി നടത്തിയാലും അവരെ പിടിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സവും നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്നുണ്ടാവില്ല. അതിന് അനുകൂലമായ വർത്തമാനം പറയാനും കിട്ടില്ല. അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടുക തന്നെ. അബ്ദുൽ ഖാദർ, ഇവിടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ വിജിലൻസിന്റെ അന്വേഷണങ്ങൾ വേണം, വിജിലൻസ് സ്വതന്ത്രമായി പ്രവർത്തിക്കണം, അതിനുവേണ്ടി നീതിപൂർവമായ ഇടപെടൽ നടത്തണം, അതിന് ആർജവമുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അവർ അത് ചെയ്യുന്നുമുണ്ടാകാം. പക്ഷേ ഇവിടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് കൊക്കിൽ ഒതുങ്ങുന്നതിൽ കൂടുതൽ കൊത്തിയെടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതല്ലേ യഥാർത്ഥത്തിൽ ഈ തരം വിമർശനങ്ങൾ കോടതിയിൽ നിന്നുണ്ടാകാനുള്ള കാരണം? IAS IPS ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും വിജിലൻസ് ഡയറക്ടർക്കെതിരെ നടന്നിട്ടുള്ള നീക്കങ്ങൾ അതും മറുഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം എല്ലാവരെയും വ്യക്തിവൈരാഗ്യം തീർക്കാൻ, അതല്ലെങ്കിൽ മറ്റ് ഉദ്ദേശങ്ങളോടുകൂടി ബോധപൂർവം അവരെ കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കം നടക്കുന്നു എന്നൊരു ഫീൽ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാക്കാൻ ഒരു പരിധിവരെ ഇത്തരം നീക്കങ്ങൾ കാരണമായിട്ടില്ലേ? സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കും എന്നത് സ്വാതന്ത്ര്യം കൂടുതൽ അനുവദിക്കപ്പെട്ടു വിജിലൻസിന് എന്നൊരു തോന്നലുണ്ടാകാനും അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന ഒരു വിലയിരുത്തലിലേക്കും കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചില്ലേ? അവിടെ ഒരു നിയന്ത്രണം, അല്ലെങ്കിൽ നിയമപരമായി തന്നെ ഉള്ള വ്യവസ്ഥകൾക്കനുസരിച്ച് തന്നെ സ്വാഭാവികമായുള്ള നിയന്ത്രണം വിജിലൻസിന് മേൽ ഉണ്ടാകേണ്ടതല്ലേ? അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ശ്രീ ജോസഫ് വാഴക്കൻ ഇവിടെ പറഞ്ഞു വെച്ചത് ബാബുവിനെതിരായിട്ടുള്ള വിജിലൻസിൻ്റെ എൻക്വയറിയെ കോടതി ഒരു തരത്തിലും വിമർശിക്കുകയോ അതേക്കുറിച്ച് പ്രതികരിക്കുക പോലും ചെയ്തിട്ടില്ല. എന്തിനാണ് ശ്രീ ജോസഫ് വാഴക്കൻ ബാബുവിൻ്റെ കേസ് പ്രത്യേകം ഇപ്പോൾ ചർച്ചയിൽ എടുത്തിട്ടത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ വിജിലൻസ് എന്ന് പറയുന്ന അഴിമതിയെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന സർക്കാർ ഏജൻസി, സർക്കാർ പിന്നെ ഒരു അന്വേഷണ ഏജൻസി, അത് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ട് പ്രവർത്തിക്കണം എന്ന കാര്യത്തിൽ ഇപ്പോൾ ശ്രീ ജോസഫ് വാഴക്കൻ വളരെ ഉച്ചത്തിൽ അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് വാദിക്കുകയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വിജിലൻസിൻ്റെ അവസ്ഥ എന്ന് നമുക്കെല്ലാം അറിയാം. വിജിലൻസ് എന്ന സംവിധാനത്തെ കൂട്ടിലടക്കുകയല്ല യഥാർത്ഥത്തിൽ ചെയ്തത്, അത് കാട്ടിൽ കൊണ്ടുപോയി കളയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അന്വേഷണ സംവിധാനത്തെ മുഴുവൻ ദുരുപയോഗപ്പെടുത്തി ഭരണാധികാരികളുടെ ഹിതാഹിതങ്ങൾക്ക് വിധേയമായിട്ട് റിപ്പോർട്ടുകൾ വാങ്ങി വെച്ച് നടത്തിയിരുന്നൊരു സംവിധാനത്തെ ഈ ഗവൺമെൻറ് സ്വതന്ത്രമായ ഒരു സംവിധാനമാക്കി മാറ്റി. അപ്പോൾ എന്താ വിമർശനം? അപ്പോൾ സ്വാതന്ത്ര്യം കുറച്ച് കൂടിപ്പോയില്ലേ എന്ന വിമർശനമാണ്. ഇവിടെ വിജിലൻസ് നമ്മുടെ സംസ്ഥാനത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിൽ, തലങ്ങളിൽ, ഉദ്യോഗസ്ഥ തലങ്ങളിൽ എല്ലാമുള്ള അഴിമതി, സ്വജനപക്ഷപാതം, ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബാധ്യസ്ഥമാണ്. ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിയെ സംബന്ധിച്ച് അന്വേഷിക്കുക എന്നത് വിജിലൻസിൻ്റെ ചുമതലയാണ്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അന്വേഷണം നടക്കുന്ന എല്ലാ ഓഫീസർമാരും IAS ഉദ്യോഗസ്ഥരും കുറ്റവാളികളാണ് എന്ന് ആദ്യമേ യഥാർത്ഥത്തിൽ പ്രഖ്യാപിക്കാനായിട്ട് പറ്റില്ല. കാരണം ഒരു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു, അതേക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു, അത് വസ്തുതയുമായിട്ട് അതിന് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നു. കോടതിയിലാണ് വിജിലൻസ് റിപ്പോർട്ട് നൽകേണ്ടത്. അപ്പോൾ അന്വേഷണം നടത്തുന്ന ഒരു ഏജൻസി അത് സ്വതന്ത്രമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഉദ്യോഗസ്ഥന്മാർ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് എന്നതുകൊണ്ട് അന്വേഷണം നടത്താൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. അപ്പോൾ വിജിലൻസിന് നൽകിയ സ്വാതന്ത്ര്യം പിന്നെ അമിതമാണോ എന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സ്വതന്ത്രവും നീതിയുക്തവുമായിട്ട് ആ ഏജൻസി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ വെച്ച് പറയാൻ കഴിയുന്നത്. പിന്നെ കോടതി, യഥാർത്ഥത്തിൽ കോടതി ഏതെങ്കിലും തരത്തിലൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല, അന്തിമമായൊരു വിധി പറഞ്ഞിട്ടില്ല. കേസുകളുടെ ഇടയിലുള്ള പരാമർശങ്ങൾ, ആ പരാമർശം നടത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും വിജിലൻസ് ഇതേക്കുറിച്ച് അവരുടെ മറുപടി കോടതിയിൽ
ഫയൽ ചെയ്യുന്നതായിരിക്കും അന്തിമമായ അഭിപ്രായം കോടതി പറയും. നമുക്ക് ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് ഉടൻ മടങ്ങി വരാം. വളരെ ചെറിയൊരു ഇടവേള എടുക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ എം ആർ രാജേന്ദ്രൻ നായർ, എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും എത്ര ഉന്നത ഉദ്യോഗസ്ഥനായാലും പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ അന്വേഷണം നടത്തും എന്ന നിലപാടാണ് വിജിലൻസ് ഡയറക്ടർക്കുള്ളത്. അതിൽ ശരിയായ ദിശയിൽ മറ്റൊരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ മറ്റൊരു പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ മുന്നോട്ട് പോകുന്ന പ്രകൃതമാണ് അദ്ദേഹം ഇതുവരെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിനെതിരെ കൂട്ടായ റെസിസ്റ്റൻസ് പല സന്ദർഭങ്ങളിലും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് പരസ്യമായും രഹസ്യമായും ഉണ്ടായിട്ടുണ്ട്. നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ പോകുന്ന ഒരു വിജിലൻസിനെ അവരുടെ മൊറേലിനെ തകർക്കുന്നതോ അല്ലെങ്കിൽ അവരെ ദുർബലപ്പെടുത്തുന്നതോ ആണോ കോടതിയുടെ നിരീക്ഷണങ്ങൾ? ഒരു അഴിമതി സംബന്ധിച്ചൊരു പരാതി ലഭിച്ചാൽ അതൊരു കോഗ്നൈസബിൾ ഒഫൻസാണ്. ഞങ്ങളുടെ ലീഗൽ ലാംഗ്വേജ് പറഞ്ഞാൽ ഒരു കോഗ്നൈസബിൾ ഒഫൻസാണ്. കോഗ്നൈസബിൾ ഒഫൻസ് സംബന്ധിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്, ഒരു പോലീസ് ഓഫീസർക്ക് ഒരു പരാതി ലഭിച്ചാൽ യഥാർത്ഥത്തിൽ 154 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 154 വകുപ്പ് അനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്ത് ഉടനടി അന്വേഷണം ആരംഭിക്കണമെന്നാണ് നിയമം. അന്വേഷണം ആരംഭിക്കുന്ന ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ആരോപിതൻ്റെ വീട്ടിലേക്ക് സ്ഥലത്ത് ഓഫീസിൽ പോയിട്ട് സെർച്ച് നടത്തി ഇൻക്രിമിനേറ്റിംഗ് ഡോക്യുമെൻറ്റോ മെറ്റീരിയൽസോ കൊണ്ട് കണ്ടെത്തണം. അങ്ങനെ അന്വേഷണം നടക്കുന്ന FIR കോടതിക്ക് അയക്കണം. എന്നിട്ട് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ തെളിവൊന്നുമില്ലെങ്കിൽ ഒരു റെഫർ റിപ്പോർട്ട് കോടതി കൊടുത്തിട്ട് അന്വേഷണം അവസാനിപ്പിക്കാം. തെളിവുണ്ടെന്ന് കണ്ടാൽ ചാർജ് ഷീറ്റ് കൊടുക്കണം. ഇതാണ് നിയമം. അവിടെ ഈ വിജിലൻസ് അഴിമതി കേസിൽ ലളിതകുമാരി എന്നൊരു കേസിൽ സുപ്രീം കോടതി ഒന്ന് പറഞ്ഞു, വേണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഉടനടി FIR ഫയൽ ചെയ്യുന്നതിന് പകരം ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയിട്ട് ഒന്ന് പ്രത്യക്ഷത്തിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി എന്ന് പറയും. അല്ലാതെ അത് മാൻഡേറ്ററി പോലും അല്ല. എന്നിട്ടും അത് പറഞ്ഞിട്ട് കുറച്ച് നീട്ടിക്കൊണ്ട് പോകും. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഈ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ഇത് പരാതിയിൽ കഴമ്പ് ഇല്ല എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല. പരാതിയിൽ പറഞ്ഞ വസ്തുതകൾ ശരിയാണെങ്കിൽ ഒരു ഒഫൻസ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ആദ്യം പരാതി പറഞ്ഞ് അദ്ദേഹം വിശ്വസിക്കാൻ, അങ്ങനെയാണ് നമ്മുടെ നിയമം പറയുന്നത്. ഈ അഴിമതി പരാതി മാത്രമല്ല, വേറെ ഏത് പരാതിയും 154 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എടുത്ത് വായിച്ചു. കോഗ്നൈസബിൾ ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കാൻ അധികാരമുള്ളൂ. FIR രജിസ്റ്റർ ചെയ്യണം. FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അന്വേഷിച്ചിട്ട് ഇത് വസ്തുതാപരമായി തെറ്റാണെന്ന് പറഞ്ഞ് റെഫർ റിപ്പോർട്ട് കൊടുത്തിട്ട് തെറ്റായി പരാതി തന്ന ആളിനെ ശിക്ഷിക്കാനും ഈ രാജ്യത്ത് നിയമമുണ്ട്. അല്ലാതെ വിജിലൻസ് ഹെൽപ്ലെസ് അല്ല. പിന്നെ വിജിലൻസ് അങ്ങനെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രിക ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം വായിച്ചിട്ടുള്ള ആളാണ്. വിജിലൻസിനെ സ്വതന്ത്ര ഏജൻസിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രകടന പത്രികയിൽ. ഇന്ന് വരെ സ്വതന്ത്ര ഏജൻസിയാക്കൊരു സംവിധാനം നിയമനിർമ്മാണം നടത്തി പ്രഖ്യാപിച്ചിട്ടില്ല. വിജിലൻസിനെ സ്വതന്ത്രമാക്കണമെന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒബ്സർവേഷൻസ് ഉണ്ടായിട്ടുണ്ട് നേരത്തെ, മുൻ ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത്. അപ്പോൾ എല്ലാവരും വിമർശിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ വിജിലൻസ് അന്വേഷിക്കുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചായതുകൊണ്ടും മന്ത്രിമാരെക്കുറിച്ചായതുകൊണ്ടും ഇപ്പോഴും മുമ്പുമുള്ള രാഷ്ട്രീയക്കാരെക്കുറിച്ചായതുകൊണ്ടും നമ്മുടെ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അധികാരം വിനിയോഗിക്കുന്നതൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥ മേധാവികളൊക്കെ ആയതുകൊണ്ട് വിജിലൻസ് സംവിധാനം സർവത്ര സ്വതന്ത്രമായിരിക്കണം. നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ CBI സ്വതന്ത്രമല്ല. ഇന്ത്യയിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പേരിന് മാത്രമേ ഉള്ളൂ സ്വതന്ത്രം. ഇവിടുത്തെ വിജിലൻസും അത്ര സ്വതന്ത്രമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. സ്വതന്ത്രമാക്കിയിട്ടില്ല. എത്ര കാലം അദ്ദേഹം അവിടെ ഇരിക്കുമെന്ന് ഉറപ്പില്ലല്ലോ. ടെനുവറുണ്ടോ, വേറെ ഒന്നുമില്ല. അതൊക്കെ ഇരിക്കട്ടെ. എന്നാലും കുറച്ച് ധൈര്യമായിട്ട് തൻ്റെ ഇടമായിട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണെന്നൊരു പേര് അദ്ദേഹത്തിനുണ്ട്. എനിക്കും അങ്ങനെ ഒരു അഭിപ്രായമാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ഗവൺമെൻറ് രാഷ്ട്രീയ തലത്തിൽ അതിന് ഉടക്ക് വെക്കുന്നില്ല എന്നുള്ളതാണ് പരാതിയെങ്കിൽ ഗവൺമെൻറ് ചെയ്യുന്നത് ശരിയാണ്. അത്രയെങ്കിലും നല്ലതല്ലേ അന്വേഷണം? അതാണല്ലോ ഈ ഗവൺമെൻറ്റിലെ 2 മന്ത്രിമാർക്കെതിരായിട്ടെങ്കിലും അന്വേഷണം നടന്നു കഴിഞ്ഞില്ലേ? ഇപ്പോൾ ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. എക്സിക്യൂട്ടീവ് അമ്മയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നു. സമ്മതിക്കുമായിരുന്നോ? ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ജോസഫ് ആഴിക്കൻ, ഭരണപരമായ കാര്യങ്ങളിൽ വിജിലൻസ് ഇടപെടുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. അതേസമയം തന്നെ ഇപ്പോഴുണ്ടായിട്ടുള്ള കോടതിയുടെ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ ഇത് സർക്കാരിനെതിരായി കാണേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനുള്ളത്. അദ്ദേഹം ഈ ചർച്ചയിൽ വിശദീകരിച്ചു. ഇത് വിജിലൻസിനെ അമിത സ്വാതന്ത്ര്യം നൽകുന്ന സർക്കാരിനുള്ളൊരു മുന്നറിയിപ്പായി താങ്കൾ കാണുന്നുണ്ടോ? ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് വന്നത് പരാമർശമല്ല, ഇൻട്രീം ഓർഡറാണ് വന്നത്. 4 പേജുള്ള ഇൻട്രീം ഓർഡർ. ആ ഓർഡറിൻ്റെ അകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് എല്ലാ വിജിലൻസ് കോടതികൾക്കും ബന്ധപ്പെട്ട ആളുകൾക്കും അതുപോലെ ചീഫ് സെക്രട്ടറിക്കും ഇത് കൊടുക്കണം എന്നുകൂടി ആ ഓർഡറിൽ പറയുന്നുണ്ട്. ഫൈനൽ ഓർഡറല്ല, ഇൻട്രീം ഓർഡർ തന്നെ വന്നല്ല, വെറും പരാമർശമല്ല ഇന്നലെ വന്നത്. നമ്മൾ ഇത്രയും നേരം പരാമർശം എന്നുള്ള നിലയിലാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് ശരിയല്ല എന്ന് ഞാൻ
അതിന് കൃത്യമായി ഉറപ്പ് വരുത്തിയ ശേഷമാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ ഇത് ഇവിടെ അന്വേഷണത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അന്വേഷണത്തിൻ്റെ രീതികളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാനിപ്പോൾ അഴിമതി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഫൈനൽ അഭിപ്രായങ്ങളല്ല പറഞ്ഞത്. അതുകൊണ്ട് അബ്ദുൽ ഖാദർ അത് തെറ്റിദ്ധരിക്കരുത്. ഞാനിപ്പം ബാബുവിനെക്കുറിച്ച് പറഞ്ഞു, ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ 2 മന്ത്രിമാരെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടത്തിയെന്ന് പറഞ്ഞു. ഒരില അനങ്ങുന്ന ശബ്ദം കേട്ടോ, എവിടെയെങ്കിലും പോയി അന്വേഷിക്കുന്ന കണ്ടോ? അവരെ ചോദ്യം ചെയ്തെന്നോ അവരെ വിളിച്ചു വരുത്തിയെന്നോ സംസാരിച്ചെന്നോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മേഴ്സിക്കുട്ടിയമ്മയുടെ എങ്ങനെയാണ് നിഗമനം വന്നിരിക്കുന്നത്? അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഞങ്ങൾ മാനിക്കുന്നു. കാരണം എങ്ങനെയും ഈ കശുവണ്ടി ഫാക്ടറികൾ തുറക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി പെട്ടെന്ന് ചെയ്ത കാര്യമാണ്. പെട്ടെന്ന് ചെയ്ത കാര്യത്തിലാണെങ്കിൽ 10 കോടി രൂപ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഇതിപ്പോൾ കോടതി അംഗീകരിക്കുമെന്നറിയാം. ബാക്കി കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഏതായാലും അതിന് നിയമപരമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ അതിന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിയമസഭ നടക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതിനകത്ത് ഉദ്ദേശശുദ്ധിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയമില്ല. അത് കോടതി, അതല്ലല്ലോ വിജിലൻസിൻ്റെ ജോലി, ഉദ്ദേശശുദ്ധി അല്ലല്ലോ. അങ്ങനെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചാണെങ്കിൽ നമ്മുടെ CVC സെൻട്രൽ വിജിലൻസ് കമ്മീഷനിലേക്ക് പോയ തോമസിൻ്റെ കാര്യത്തിലും അന്നത്തെ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം കാര്യത്തിലും ഉദ്ദേശശുദ്ധിയെ സംബന്ധിച്ച് അവർക്ക് ആർക്കെങ്കിലും എതിര് പറയാൻ പറ്റുമോ? ഓണക്കാലത്തേക്ക് പാം ഓയിൽ കൊണ്ടുവന്നതല്ലേ, പെട്ടെന്ന് പാം ഓയിൽ കൊടുക്കണമായിരുന്നു. അതിന് ഉദ്ദേശശുദ്ധി ആരും അംഗീകരിച്ചില്ലല്ലോ എന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സൗകര്യം അനുസരിച്ചുള്ള റിപ്പോർട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മേഴ്സിക്കുട്ടിയമ്മയുടെ കാര്യത്തിലൊക്കെ അതല്ലാതെ സത്യസന്ധമായ റിപ്പോർട്ടൊന്നുമല്ല. അതിങ്ങനെ കോടതി കൂടെ വന്ന് വളരെ കൃത്യമായിട്ട് VD സതീശനെ പോലെ ഇത്തരം വളരെ കൃത്യമായ നിയമപരമായി എല്ലാ പഴുതുകളും അടച്ചുള്ള പരാതി എന്നപ്പോൾ അതിനെക്കുറിച്ചൊരു അന്വേഷണം ഇടേണ്ടി വന്നു. ഒരു അന്വേഷണം ഇട്ടതിനെക്കുറിച്ച് റിപ്പോർട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കോടതി അംഗീകരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെയൊന്നും ഈ അന്വേഷണത്തിൻ്റെ ഒരു ബഹളവും കണ്ടില്ല. അതേസമയം ബാക്കിയുള്ള ഇഷ്ടമില്ലാത്ത ആളുകളുടെ അന്വേഷണങ്ങളൊക്കെ നടക്കുമ്പോൾ ആദ്യം മുതൽ തന്നെ മീഡിയയുമായിട്ടാണ് നീങ്ങുന്നത്. അത് കുറ്റവാളിയാണോ എന്ന് കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഒരാളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ പരാതികൾ. അതാണ് വ്യക്തിവൈരാഗ്യം തീർക്കുന്നത് പോലെ തോന്നുന്നു എന്ന് ഒരു വലിയ പരാതി ഉണ്ടായിട്ടുള്ളത്. കോടതി ഇന്നലെ കേരളത്തിലെ ഹൈക്കോടതി ചുമ്മാതൊന്നും പറയലല്ലോ. എന്തായാലും വളരെ കൃത്യമായി ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടാണ് അവർ പറയുന്നത്. അതാണ് KM മാണിയുടെ കാര്യത്തിലും പറഞ്ഞത്. കീഴ്ക്കോടതിയിൽ 2 പ്രാവശ്യവും ആദ്യത്തെ റിപ്പോർട്ട് തള്ളിക്കളയാതെ സുകേശൻ പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് എന്നെക്കൊണ്ട് തിരിച്ചെഴുതിപ്പിച്ചതാണെന്ന് പറഞ്ഞതിനെ തുടർന്ന് 3ാമതൊരാൾ അന്വേഷിച്ചതാണ്. ആ അന്വേഷിച്ച റിപ്പോർട്ട് വിജിലൻസ് കോടതി കൊടുത്തു. അത് അനുകൂലമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ട് അവിടെ വീണ്ടും നിൽക്കുമ്പം വീണ്ടും പരാതി പറയുന്നത് ഹൈക്കോടതി പോയി പറയുകയാണ് അത് തുടരന്വേഷണമാകാമെന്ന് മറ്റൊരു വ്യക്തിയെ കൊടുക്കുന്ന പരാതിയിൽ പറയുക എന്ന് പറഞ്ഞാൽ 2 അഭിപ്രായം വിജിലൻസിനുണ്ടെന്നുള്ളതാണ്. അതല്ലാതെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തല്ല, ഇപ്പോൾ ഈ ഗവൺമെന്റ് ഈ പറഞ്ഞ കോടതിയുടെ ഇടപെടൽ സർക്കാരിനുള്ള ഒരു മുന്നറിയിപ്പായാണോ കാണേണ്ടത്? സർക്കാരിനെ വിമർശിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? ചീഫ് സെക്രട്ടറിക്ക് അതിന് കോപ്പി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നതാണല്ലോ. ചീഫ് സെക്രട്ടറിക്ക് അതിന് കോപ്പി കൊടുക്കാൻ ഇന്നലത്തെ ഇൻട്രീം ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഗവൺമെൻറ് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. KV അബ്ദുൽ ഖാദർ, അല്ല, ഇതൊരു തരത്തിലും സർക്കാരിനെതിരായിട്ടുള്ള വിധിയായിട്ടോ അല്ലെങ്കിൽ പരാമർശമായിട്ടോ ഞാൻ കണക്കാക്കുന്നില്ല. കോടതി പറഞ്ഞിട്ടുള്ള കാര്യം, ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് വിജിലൻസിനെ ഉപയോഗിച്ചതായിട്ട് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. പിന്നെ ശ്രീ ജോസഫ് വാഴക്കനിവിടെ പറഞ്ഞു ഈ വിജിലൻസ് ഇപ്പോൾ പക്ഷപാതപരമായിട്ട് പെരുമാറുന്നു. ഇവിടെ മേഴ്സിക്കുട്ടിയമ്മക്കെതിരായിട്ട് സതീശൻ നിയമസഭയിൽ ഉന്നയിച്ച കാര്യം, അതേക്കുറിച്ച് വിജിലൻസ് അന്വേഷിച്ചു, യാതൊരു കഴമ്പില്ല എന്ന് കണ്ടെത്തി, അവർ റിപ്പോർട്ട് കൊടുത്തു. ഇവിടെ ശ്രീ ജയരാജനെതിരായിട്ടുള്ള സംഭവത്തിൽ ജയരാജൻ രാജിവെച്ചു, എന്നിട്ടും കേസ് നിലനിൽക്കും എന്നാണല്ലോ വിജിലൻസ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് പക്ഷപാതത്തിൻ്റെ പ്രശ്നമില്ല. മെറിറ്റ് നോക്കി, സംഭവങ്ങളുടെ മെറിറ്റ് നോക്കിയിട്ടുള്ള അന്വേഷണമാണ് നടത്തുന്നതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ഇവിടെ മുമ്പ് ശ്രീ ജോസഫ് വാഴക്കൻ്റെ പാർട്ടി ഭരിച്ചിരുന്ന കാലത്ത് സംസ്ഥാനത്തെ വിജിലൻസിൻ്റെ അന്വേഷണ സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങാടിപ്പാട്ടായിരുന്നല്ലോ. നമുക്കത് പഴയ കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ലഭിക്കുന്ന പരാതികൾ പോലും അന്വേഷിച്ച് അതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കുന്നു വിജിലൻസ്. അത് ഈ ഗവൺമെൻറ് വിജിലൻസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. ഇപ്പോൾ കോടതി നടത്തിയിട്ടുള്ള പരാമർശമോ നിരീക്ഷണമോ ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധിയെ എതിർക്കുന്ന ഒന്നായിട്ട് കാണാൻ യാതൊരു വസ്തുതയും നമ്മുടെ മുമ്പിൽ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശങ്കർ റെഡ്ഡിയുടെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിജിലൻസ് കോടതി ജഡ്ജി എടുത്ത നിലപാടുകളെയും ഹൈക്കോടതി വിമർശിക്കുകയുണ്ടായി. ആ സമയത്ത് പറഞ്ഞത് വിജിലൻസിന്റെ സാധ്യതകളും പരിമിതികളും മനസ്സിലാക്കാൻ സാധിക്കണം എന്നതാണ് വിമർശനപരമായി തന്നെ പറഞ്ഞത്. ഇവിടെ വിജിലൻസ് ഡയറക്ടറുടെയോ ഉദ്യോഗസ്ഥരുടെയോ അമിതാവേശവും അതുപോലെ തന്നെ അത്യുത്സാഹവും ഒക്കെ
നിയമപരമായ അവരുടെ അധികാര പരിധിയെ മറന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഒരു കാരണമാകുന്നുണ്ടോ? അല്ല, ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ഉബൈദിൻ്റെ ഇന്നലത്തെയും ഇന്നത്തെയും പരാമർശങ്ങൾ അല്ലെങ്കിൽ വഴക്കം ചൂണ്ടിക്കാണിച്ചതുപോലെ അത് രേഖാമൂലമുള്ള ഇടക്കാല ഉത്തരവ് തന്നെയാണ്. ആ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അത് വിജിലൻസിനെതിരെ മാത്രമല്ല, വിജിലൻസ് കോടതികൾക്കെതിരെയും ആക്ഷേപമുണ്ട്. വിജിലൻസ് എന്നാൽ അല്ലെങ്കിൽ അഴിമതി എന്ത്, വിജിലൻസിൻ്റെ അധികാരപരിധി എന്ത് എന്ന കാര്യത്തിൽ വ്യക്തത ആവശ്യമുണ്ട് എന്നാണ് ഹൈക്കോടതി പറയുന്നത്. ആ വ്യക്തത സർക്കാരിന് ആവശ്യമുണ്ട്, വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികൾക്ക് ആവശ്യമുണ്ട്, വിജിലൻസ് കോടതികൾക്കും ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പോരായ്മ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന സതുദ്ദേശപരമായ ഉത്തരവാണ്, ഇടക്കാല ഉത്തരവാണ് ജസ്റ്റിസ് ഉബൈദ് നൽകിയിരിക്കുന്നത്. പക്ഷെ അവിടെ ഇത് വിജിലൻസ് രാജോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ആശങ്കയുണ്ടാകുന്നത്. വിജിലൻസ് സ്വതന്ത്രമായി പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന വിജിലൻസിനെ കുറിച്ച് അങ്ങനെ ഒരു സംശയം തോന്നാനിടയുണ്ട്. ഞാനത് ഈ ചർച്ചയിൽ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് സംയമനത്തോടെ ആ നിയമം അനുവദിക്കുന്ന പരിധിക്കുള്ളിൽ, എന്നാൽ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിയമം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം പ്രയോഗിച്ചുകൊണ്ട് അഴിമതിക്കെതിരെയുള്ള മുന്നേറ്റം അത് വിജിലൻസ് തുടർന്നും നടത്തിക്കൊണ്ടിരിക്കണം. ശ്രീ എം ആർ രാജേന്ദ്രൻ നായർ, വിജിലൻസിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലൊന്നാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ അഴിമതിക്കെതിരായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പക്ഷഭേദമോ മറ്റ് താല്പര്യങ്ങളോ പ്രലോഭനങ്ങൾക്കോ വഴങ്ങാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുക എന്നത്. പക്ഷേ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമപരമായി തന്നെ പരിപൂർണ്ണ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് തടസ്സം വിജിലൻസ് ഇപ്പോഴുമുണ്ട്. സ്വതന്ത്ര ഏജൻസിയായി മാറ്റും വിജിലൻസിന് എന്ന് പറയുമ്പോൾ തന്നെ അതിന് അനുസൃതമായ ഒരു നിയമനിർമ്മാണം ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കാലാകാലങ്ങളിലായി പലതരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്ന ഒരു സംവിധാനം എന്ന നിലയിലേക്ക് തരം താണു പോയ വിജിലൻസിൻ്റെ ആ ദുരവസ്ഥ ഇനി അങ്ങോട്ടും നിലനിൽക്കാൻ കഴിയും എന്നർത്ഥം. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പറയുന്ന ഒരു വളരെ പ്രോ ആക്റ്റീവായിട്ടുള്ള വിജിലൻസിൻ്റെ ഇടപെടലുകൾ അത് ആത്യന്തികമായി ഗുണത്തേക്കാൾ ദോഷമല്ലേ വരുത്തിവെക്കാൻ പോകുന്നത്? അതിപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആ സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ ഇൻറ്റഗ്രിറ്റിയും ധൈര്യവും ഒക്കെ വളരെ പ്രസക്തമാണ്. എല്ലാവരും വിജിലൻസ് ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോൾ ഒരു പക്ഷേ ഇന്നത്തെ വിജിലൻസ് ഡയറക്ടർ ഇരിക്കുന്നത് പോലെ സ്വതന്ത്രമായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടുകയും അങ്ങനെ ഇടപെടുന്നതിനകത്ത് മറ്റിടപെടൽ വന്നാൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊരു ധ്വനി കൊടുക്കുകയും ചെയ്യില്ല. ചിലരൊക്കെ വിധേയത്വം കാണിച്ചുകൊണ്ടിരിക്കും. ഈ ഉദ്യോഗസ്ഥൻ അങ്ങനെ കാണിച്ചതായിട്ട് ഇതുവരെ നമുക്കാർക്കും ബോധ്യമില്ല. അദ്ദേഹം വിധേയത്വം കാണിക്കുന്നില്ല, എല്ലാ കാര്യത്തിലും ഇടപെടുന്നു, ഉന്നത IAS-കാരുടെ പേരിൽ അന്വേഷണം വെക്കുന്നു, മന്ത്രിമാരുടെ പേരിൽ അന്വേഷണം ചെയ്യുന്നു എന്നൊക്കെയാണ് ആക്ഷേപം. ഈ ചില അതിര് കടക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക. അതിര് കടക്കുന്നെങ്കിൽ അതിര് കടന്നാൽ അതിന് പരാതി പറയേണ്ടത് മുഖ്യമന്ത്രിയോടോ ചീഫ് സെക്രട്ടറിയോടോ അല്ലെന്ന് ഞാൻ പലതവണ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതിര് കടക്കുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്വേഷണം ദുരുദ്ദേശപരമാണ്, നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് ഹൈക്കോടതി പൊക്കോണം, അല്ലെങ്കിൽ സുപ്രീം കോടതി പൊക്കോണം, കോടതി ഇടപെട്ടോളും. ജുഡീഷ്യൽ റിവ്യൂ എന്ന് മിസ്റ്റർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ അതിനെപ്പറ്റിയാണ്. ഈ ഒരു ഉദ്യോഗസ്ഥനും ഒരു ഏജൻസിക്കും അതിര് കടക്കാനൊന്നും അധികാരമില്ല. പക്ഷേ അതിരുകൾക്കുള്ളിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ അനുവാദം നമ്മുടെ ജനാധിപത്യ പ്രക്രിയ നിയമനിർമ്മാണം വഴി തന്നെ കൊടുക്കണം. പിന്നീട് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ളൊരു ചോദ്യം ഉണ്ടാവില്ല. അതിന് വേണ്ടത്ര ഫണ്ട് വേണ്ടേ, വേണ്ടത്ര സ്റ്റാഫ് വേണ്ടേ? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മുടെ വിജിലൻസ് സംവിധാനത്തിൽ വേണ്ടത്ര ഉദ്യോഗസ്ഥന്മാരില്ല, വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അതുകൊണ്ട് ഒരുപാട് അന്വേഷണങ്ങൾ യഥാർത്ഥത്തിൽ വഴിമുട്ടി നിൽക്കുന്നുണ്ട്. അന്വേഷണത്തിൽ എന്താ ഡിലേ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോടതികൾ പല വിജിലൻസ് കോടതികളും ചോദിക്കുന്നു, ഹൈക്കോടതികളൊക്കെ ചോദിക്കുന്നു. അവിടെ വളരെ സമ്മർദ്ദത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ടായാലും കൊള്ളാം, ഈ വിജിലൻസ് അന്വേഷിക്കേണ്ട കേസുകൾ ഒരുപാട് കൂടി വരുമ്പോൾ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല എന്നുള്ളത് സർക്കാരിന് എതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് ഞാൻ ഉന്നയിക്കുന്നത്. അങ്ങനെയാണുള്ളത്. വിജിലൻസിനെതിരല്ല വിമർശനമൊക്കെ. വിജിലൻസ് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കണം. അഴിമതിയോടെ ഒരു ക്ഷമയും കാണിക്കാതെ വിജിലൻസ് നേരിടണം. അത് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ആവശ്യമാണ്. ആ വാഗ്ദാനം ഈ ഗവൺമെന്റ് കൊടുത്തിരുന്നു, അത് നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിരുദ്ധമായ നീക്കങ്ങൾ ശക്തമാകേണ്ടതുണ്ട്. വിജിലൻസ് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിന് ആർജവമുള്ള ഉദ്യോഗസ്ഥർ നമുക്കുണ്ട്. അതേസമയം തന്നെ നിയമപരമായ അധികാര പരിധി എന്താണ് എന്ന ബോധ്യത്തോടു കൂടി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ഈ ചർച്ചയിൽ നിന്ന് പറയാനുള്ള കാര്യം. വളരെയധികം നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ KV അബ്ദുൽ ഖാദർ, അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ ഈ ചർച്ചയോട് സഹകരിച്ചത്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി പൊളിമിക്സ് കാണും. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.